കൂട്ടുകാരെ ഇഷ്ടം മാത്രം കഥ കറങ്ങി തിരിയുവാട്ടോ. ഇനി നമ്മുടെ ഇഷിത നമ്മുടെ ചിപ്പി മോളെ മഹേഷിന്റെ കൈകളിൽ എത്തിക്കാനുള്ള ഒരു പോരാട്ടത്തിൽ തന്നെയാട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ചിപ്പി മോളും ചക്കി മോളും കൂടെ നമ്മുടെ ഇഷിതയ്ക്ക് അരികിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, എന്തേ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചിപ്പി മോള് പറയുന്നുണ്ട്, എനിക്ക് ഫ്രണ്ടിനെയും എൻ്റെ ഡാഡിയെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, എനിക്ക് ഡാഡിയുടെ ഒപ്പം നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇഷിത ഇങ്ങനെ പറയുന്നുണ്ട്, സ്വന്തം അച്ഛനും അമ്മയും ആയിരിക്കണം നിങ്ങളുടെ പിള്ളേരുടെ ലോകം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിപ്പി മോള് പറയുന്നുണ്ട്, അമ്മ എൻ്റെ ലോകമല്ല, എനിക്ക് എൻ്റെ ഡാഡി മതി എന്നൊക്കെ പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ. അപ്പോൾ നമ്മുടെ രചനയാണെങ്കിൽ രചന ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് മോള് തിരികെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ രചന പോലീസിനെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ മോള് മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ ഇഷിതയും ഈ ചിപ്പിമോളും ചക്കിമോളും കൂടി ഇങ്ങനെ ഒരു ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗം കാണുകയും നമ്മുടെ ഇഷിതയെ നമ്മുടെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു രംഗമാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇഷിതയ്ക്ക് മനസ്സിലായി നമ്മുടെ ചിപ്പിമോൾക്ക് അമ്മയെ വേണ്ട, ഡാഡിയെ മതി എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മുടെ ഇഷിതയ്ക്ക് നമ്മുടെ ചിപ്പിമോൾ ഇഷ്ടമല്ലേ പ്രാധാന്യം. അപ്പൊ നമ്മുടെ ഇഷിത ഇനി നമ്മുടെ ചിപ്പിമോളെ തിരികെ മഹേഷിന്റെ കൈകളിലേക്ക് എത്തിക്കാനായിരിക്കും ഇനിയുള്ള പോരാട്ടമൊക്കെ. അപ്പൊ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.